ഇതൊരു 6.5 ഏക്കർ സ്ഥലമാണ്. അതിൽ കവുങ്ങും തോട്ടം. ഇതാ പെരയുടെ പിന്നിലുള്ള സ്ഥലമാണ്. ഞാൻ ആ പെരയുടെ മുമ്പിൽ നിന്ന് കാണിച്ചു തരാം. ബാക്കിൽ വന്നപ്പോൾ അങ്ങനെ എടുത്താണ്. ഫുള്ള് കവുങ്ങാണ്, കുള്ളം കവുങ്ങാണ്. പുഴയോരാണിത്. ഭാരതപ്പുഴയുടെ തീരാണ്. തോട്ടം നല്ല കുഴപ്പമില്ലാത്ത തോട്ടമാണ്. നല്ല മണ്ണാണ്. ഇതാണ് തോട്ടം. ഇതിൻ്റെ ഒരു താമസിക്കാനുള്ളൊരു പണിക്കാർക്ക് താമസിക്കാനുള്ളൊരു വീടാണ്. ഇത് റോഡാണ് കേട്ടോ. ജാതി, മാവ്, പ്ലാവ്. പത്ത് 30 മാവുണ്ട് അല്ലേ? മുപ്പത് നല്ല മാങ്ങകളുണ്ട്. മൂവാണ്ടം പിന്നെ സൈസ് മാങ്ങ, നല്ല മാങ്ങകളത്ര കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൽ. കുഴപ്പമൊന്നുമില്ല തോട്ടം. വണ്ടി സൗകര്യം ഉണ്ട് ശരിക്ക്. ഓക്കെ. ഈ റോഡ് ഇങ്ങനെ ചുറ്റുവശമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. റോഡിൻ്റെ ഈ വശത്തുള്ളതും ഇതിൽപ്പെട്ടതാണ്. ഇതിൻ്റെ ഒരുപാട് ഫ്രണ്ട് സൈഡ് കൂടെ ഭാരതപ്പുഴ കിടക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് കാണിച്ചാൽ 2.5 ഏക്കർ പറമ്പും 4 ഏക്കർ പള്ളിയായിട്ടാണ് കിടക്കുന്നത്. റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. റോഡിൻ്റെ ഈ സൈഡിലുള്ളത് നല്ല കവുങ്ങും തോട്ടം. ഇതുണ്ട്, ഒരു വീടുമുണ്ട്. വാഴക്കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. കറണ്ട് കണക്ഷൻ, ഒരു വീട്, അതേപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. താഴ്ഭാഗത്തു കൂടെ ഭാരതപ്പുഴ ഒഴുകാണ്. കണ്ട, പുഴയോരം ഒരുപാട് ബാക്കിൽ പുഴ ഇങ്ങനെ കിടക്കുകയാണ്. നല്ല തോട്ടാക്കി മാറ്റുകയാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ്. ഈ പുഴയോരൊക്കെ ആവുകൊണ്ട് ചിലവർ പാറുണ്ടോ ചോദിക്കും. ഇതിൽ പാറയൊന്നുമില്ല, പുഴയോരല്ലേ. നല്ല കൃഷിക്ക് പറ്റിയ സ്ഥലം, വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലം, വെള്ളം കയറാത്ത ഉയർന്ന സ്ഥലം, നിരന്ന സ്ഥലം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. പൈപ്പ് കണക്ഷനുകൾ കൊടുക്കാൻ വേണ്ടി കൊടുന്നിട്ടിരിക്കുകയാണ് കേട്ടോ. പുതിയ ഇതുകൾ വെച്ചിട്ട് നനയ്ക്കാൻ.
കണ്ടോ, വെള്ളത്തിന് നല്ല സൗകര്യമാണ് കേട്ടോ. പുഴയാണ്, നേരെ സൈഡിൽ കൂടെ പുഴയാണ്. ഇതാണോ, മൊത്തം 6.5 ഏക്കറിൽ 2.5 ഏക്കർ പറമ്പും ബാക്കി 4 ഏക്കർ പള്ളിയിൽ പാടം ആയിരിക്കും. പാടം എന്ന് പറഞ്ഞത് ഈ വരുമാനമൊക്കെ തന്നെയാണ്. വേണ്ട, എന്തും ചെയ്യാം. വാഴക്കൃഷിയോ വെജിറ്റബിൾ കൃഷിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കുള്ളന്തങ്ങാണ്. പിന്നെ ഫാമൊക്കെ നടത്താൻ പറ്റുന്നവർക്ക് ഇതാ പുല്ല് വളർത്താനൊക്കെ സ്ഥലം, പുല്ലൊക്കെ വളർത്തിക്കണ്ടല്ലേ. പച്ചക്കറി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുണ്ട് ഈ ഭാരതപ്പുഴ. ഈ ഭാരതപ്പുഴ ഒരുപാട് ബാക്ക് സൈഡിൽ ഒരുപാട് നീളതാണ്. ഇതിൻ്റെ ഫുള്ള് അതിർത്തി, ബാക്കിലുള്ള അതിർത്തി പുഴയാണ്. നല്ല വെള്ളമുള്ള പുഴ കേട്ടോ. ഇത് ശരിക്കും ആ വലിയ തെങ്ങുകൾ കാണുന്നതിൻ്റെ അവിടെ നിന്ന് ഇതിൻ്റെ അതിർത്തി തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഈ ഭാഗം ഇതൊരു വെജിറ്റബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഫാം നടത്തുന്നവർക്ക് ഇവിടെ ഫാമുണ്ട്, അതിലേക്ക് ഇതാണ്ടോ പുല്ല് വളർത്താനത്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇതേമാതിരി കവുങ്ങ്, തെങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട്. ഈ സാധനം ശരിക്കും ഈ സ്ഥലത്തും ഈ കാലിയുള്ള സ്ഥലത്തും ഫുള്ള് കവുങ്ങ് തെങ്ങ് വെച്ച് അടിപൊളി നോട്ടം വെച്ചെങ്കിൽ നല്ല തോട്ടായി. ഫുള്ള് ബാക്ക് സൈഡിൽ പുഴയാണ്. വണ്ടി ഇതിൻ്റെ ഏത് ഭാഗത്തേക്കും വരും. ഒരു ബോർവെൽ ഇവിടെ ഉണ്ട് സെപ്പറേറ്റ്. പിന്നെ പുഴയിലെ വെള്ളം. സംഭവം ഇത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. വെള്ളത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും വേണ്ട, കുറ്റികളൊക്കെ വെച്ച് വേണ്ട, വെള്ളത്തിനൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട്. പ്രവാസികളോ ആരാ ആവശ്യമുള്ളത് വെച്ചാൽ വിളിക്കും. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വാങ്ങിയിട്ട് നല്ലൊരു തോട്ടാക്കി മാറ്റാൻ പറ്റും കേട്ടോ. വീടുകളൊക്കെ ഉണ്ട് പരിസരത്ത് കേട്ടോ. ഇതാണ് അതിന്ന് പോകുന്ന റോഡാണ് കേട്ടോ. കുറച്ച് ഭാഗം മാത്രമേ മണ്ണ് റോഡുള്ളൂ, പിന്നെ നല്ല റോഡാണ്. ഈ മണ്ണ് റോഡാണ് കഴിഞ്ഞാൽ നിറയെ വീടുകളാണ്, തോട്ടങ്ങളാണ്, ഫുള്ള് തോട്ടങ്ങൾ ഉണ്ടാവും. ടാറിങ് റോഡ് ഇതുവരെ വന്നെത്തിയിട്ടുണ്ട്. ഈ ടാർ റോഡാണ്. ഇതൊക്കെ വീട് 10-20 മീറ്റർ. ആ, ഒരു 20 മീറ്ററോളം മണ്ണ് റോഡ് അല്ലേ. ഇതൊക്കെ വീടുകളാണ്.
ഇതാണ് ആ വഴി. ടാറിലേക്ക് കടന്നിട്ട് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്.